ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ആദ്യത്തെ RRB JEE ഫസ്റ്റ് ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. CBT 1-ൻ്റെ 4 പോർഷൻസാണ് സിലബസിൽ വരുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ്, പിന്നൊന്ന് റീസണിങ്, തേർഡ് ജനറൽ സയൻസ്, ഫോർത്ത് ഹിസ്റ്ററി, ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ. അതിൽ ജനറൽ സയൻസിൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നമ്മുടെ പ്ലസ് ടുവിൽ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുണ്ട്. അത് തന്നെയാണ് ഈ ഇതിലെ സിലബസിൽ വരുന്നത്. സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് എവരിഡേ ടാസ്ക് ഫ്രം കുക്കിംഗ് ടു ഡ്രൈവിംഗ് ഇൻവോൾവ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതായത് നമ്മുടെ റിസർച്ചുകളിലാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള സയൻറ്റിഫിക് കാര്യങ്ങളിലും, എന്നാൽ ദൈനംദിന നമ്മുടെ വീടുകളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും അളവുകളും മെഷർമെൻറ്റുകളും പിന്നെ അളവുകളും അതിന് യൂണിറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുക്കിങ്ങിലും ഡ്രൈവിങ്ങിലും അങ്ങനെയുള്ള എല്ലാ ടാസ്കുകളിലും. ക്വാണ്ടിറ്റി, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റിൻ്റെയും മെഷർമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. A quantity is a property or aspect of a physical object or phenomenon that can be measured or calculated. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിനോമിനയുടെ ഒരു ആസ്പെക്റ്റാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അതായത് അത് നമുക്ക് മെഷർ ചെയ്യാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരളവിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന എന്തിനേയും ക്വാണ്ടിറ്റി എന്ന് പറയും. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ എല്ലാം ക്വാണ്ടിറ്റീസാണ്. യൂണിറ്റ് ഈസ് എ സ്പെസിഫിക് മെഷർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്തിന് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഇഞ്ചിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റേഴ്സിലോ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് എടുക്കുന്നത്. യൂണിറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിങ് ആൻഡ് കമ്പയറിങ് ദീസ് ക്വാണ്ടിറ്റീസ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അളന്നിട്ട് നമ്മൾ മറ്റൊരാളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അറിയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കത് രണ്ട് അളവുകൾ രണ്ട് സാധനം, ഇപ്പോൾ 2 ലെങ്ത്ത് ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യണമെങ്കിൽ സെയിം യൂണിറ്റിലാണ് ആക്കിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ ആ കമ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. തേർഡ്, മെഷർമെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റേഷ്യോ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് എസ് ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ എക്സെട്ര ടു എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് സച്ച് എസ് മീറ്റർ, സെക്കൻഡ് ഓർ ഡിഗ്രി സെൽഷ്യസ്. അതായത് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അളക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്തിനെ നീളത്തിനെ അളന്നെടുക്കുന്നത് അല്ലെങ്കിൽ ടൈമിനെ അളക്കുന്നത്, ആ ഒരു മെഷറിങ് പ്രൊസീജിയറിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു റൂം 10 മീറ്റർ ലെങ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷർമെൻറ്റ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദ ക്വാണ്ടിറ്റി ഈസ് ലെങ്ത്, യൂണിറ്റ് ഈസ് മീറ്റർ ആൻഡ് ദ മെഷർമെൻറ്റ് ഈസ് 10 മീറ്റേഴ്സ്, ആ അളവ്. ഇനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മുടെ യൂണിറ്റ് പല സിസ്റ്റത്തിലാണ്. SI സിസ്റ്റമുണ്ട്, FPS സിസ്റ്റമുണ്ട്, CGS സിസ്റ്റമുണ്ട്. അപ്പോൾ അതിൽ ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, SI സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI സിസ്റ്റം. This is a modern form of metric system and is most widely used system of measurement. ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് SI സിസ്റ്റം. അതിൽ 7 ബേസ് യൂണിറ്റ്സ് ഉണ്ട്. കിലോഗ്രാം, മാസിന് കിലോഗ്രാം, ലെങ്ത്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറൻറ്റിന് ആംപിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിന് മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റിക്ക് കാൻഡല. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ ബേസ് യൂണിറ്റ്സും എന്താണ്, അതിൽ നിന്ന് വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഇനി അടുത്തതാണ് FPS സിസ്റ്റം, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം. ഇതൊരു ലെങ്ത്തിന് വേണ്ടി ഫൂട്ടും മാസിന് വേണ്ടി പൗണ്ടും ടൈമിന് വേണ്ടി സെക്കൻഡും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇതാണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഫീറ്റിലും
മൈലിനൊക്കെ ആയിരുന്നു. മീറ്ററും കിലോമീറ്റേഴ്സും ഒന്നും യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് CGS സിസ്റ്റം, സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. ഇതൊരു ഓൾഡർ സിസ്റ്റമാണ്. മെട്രിക് യൂണിറ്റ്സ് ഒക്കെ വരുന്നതിന് മുമ്പ്. ഇതിൽ പറയുന്ന പോലെ തന്നെ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലും മാസ് ഗ്രാമിലും ടൈം സെക്കൻഡിലുമാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് സയൻസിൽ പണ്ട് യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് SI സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വന്നത്. അത് SI സിസ്റ്റം വരുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് CGS സിസ്റ്റമായിരുന്നു. ഇനി നമ്മൾ ബേസ് യൂണിറ്റ്സ്, നമ്മൾ SI സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ബേസ് സിസ്റ്റം പറഞ്ഞു. ആ ബേസ് യൂണിറ്റ്സ് ആണ് ഇനി പറയുന്നത്. ഏരിയ, ഇപ്പം പറയാൻ പോകുന്നത് കുറച്ച്, അതായത് SI യൂണിറ്റ്സിൽ നിന്നും വന്നിട്ടുള്ള കോമ്പൗണ്ട് യൂണിറ്റ്സ് ആണ്. ഏരിയ സ്ക്വയർ മീറ്റർ, അതായത് മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ സിമ്പൽ m². വോളിയം ക്യൂബിക് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. മീറ്റർ ക്യൂബ് എന്നാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ സിമ്പൽ. ഡെൻസിറ്റി കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ, കിലോഗ്രാം ബാർ മീറ്റർ ക്യൂബ്, അതായത് പെർ. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഫോഴ്സ് ന്യൂട്ടൺ, ന്യൂട്ടനെ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അത് ന്യൂട്ടൺ സിമ്പൽ N എന്ന് പറഞ്ഞ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. വർക്കും എനർജിയും ജൂളിലാണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, അത് ജൂളിലാണ്. ജൂൾ J ആണ് യൂസ് ചെയ്യുക. പവർ വാട്ടിലാണ് മെഷർ ചെയ്യുന്നത്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. W എന്നുള്ളതാണ് വാട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പവറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ യൂണിറ്റ്. പ്രഷർ ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സർഫസ് ടെൻഷൻ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ടോർക്ക് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇലക്ട്രിക് ചാർജ് കൊളംബിൽ C ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വോൾട്ടിലാണ്, V ആണ് യൂണിറ്റ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓമിലാണ്, ഓം എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടെസ്ലയിലാണ്, T ആണ് സിമ്പിൾ. ലുമിനസ് ഫ്ലക്സ് ലുമനിലാണ്, LM. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ ക്യാപിറ്റൽ K, ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ ക്യാപിറ്റൽ A, ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, മോൾ എന്നാണ് യൂണിറ്റ്, MOL, സ്മോൾ MOL. ഇനി SI യൂണിറ്റ്സിൽ വരുന്നത് ബേസ് യൂണിറ്റ്സ്. കിലോഗ്രാം ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സെറ്റിംഗ് ദ പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് ടു 6.62607015 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് കിലോഗ്രാം എന്നുള്ളതാണ് മാസിൻ്റെ യൂണിറ്റ് വരുന്നത്. അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെ ഈ ഒരു വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. കിലോഗ്രാം എന്നുള്ളത് റീഡിഫൈൻ ചെയ്തിട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. കറൻറ്റ് ഡെഫിനിഷൻ വന്നത് 2019 മെയ് 20-നാണ്. ദ ഫോർമുല ഈസ് ബേസ്ഡ് ഓൺ ദ എനർജി മാസ് ഈക്വലൻസ് പ്രിൻസിപ്പിൾസ് ഫ്രം ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc² എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് എനർജി മാസ് ഈക്വലൻസ് പ്രിൻസിപ്പിളിൽ നിന്നാണ് നമുക്ക് ഈ ഫോർമുല വരുന്നത്. ബേസ് ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിന് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും സ്പീഡിനെയും തമ്മിൽ വരുന്ന ഒരു ഇക്വേഷനാണ് E=hf. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് പാർട്ടിക്കിൾ ഓർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ അസോസിയേറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Now E=mc², where m is mass, c is speed of light, 3 × 10⁸ meter per second, and E is the energy. We can express mass in terms of Planck's constant and frequency. E=E/c², hf/c². നെക്സ്റ്റ് മീറ്റർ ആണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് 299
ഈ ഒരു നമ്മൾ വാക്വം സ്പീഡ് ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ്. മീറ്റർ ഇസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ട്രാവൽസ് ഇൻ എ വാക്വം. ലൈറ്റ് ട്രാവൽ വാക്വമായിട്ടിരിക്കുന്ന സമയത്ത് ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്. അത് ഈ ഒരു ഇൻ്റർവെല്ലിൽ അങ്ങനെയാണ് മീറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിഫിനിഷൻ വന്നത് 1983 17th ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഡേറ്റ് ഈ സ്പീഡ് ഓഫ് ലൈറ്റിനെ റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് മീറ്ററിൻ്റെ ഡെഫിനിഷൻ വന്നത് 1984 ജനുവരി 1 ഇതിൻ്റെ റീഡിഫിനേഷൻ വഴി സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂവിനൊരു പ്രിസിഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ് ഓഫ് നേച്ചർ. സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം. ടൈമിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ് എന്നുള്ളത്. It is defined by setting the ground state hyperfine splitting frequency of the cesium-133 atom at 0 magnetic field to exactly ഈ ഒരു ഹേർട്സ് വാല്യൂയിലേക്ക് വരുന്ന സമയം അതിനെയാണ് നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത്. ആംബിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. നെക്സ്റ്റ് കെൽവിൻ ഈസ് ദ യൂണിറ്റ് ഓഫ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് കെൽവിൻ. അത് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിനെ ഈ ഒരു വാല്യൂവിലേക്ക് 1.380649 × 10⁻⁻23 ജൂൾസ് പെർ കെൽവിൻ എന്ന വാല്യൂവിലേക്ക് അത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. മോൾ ഇസ് ദ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സെറ്റിംഗ് അവഗാഡ്രോ കോൺസ്റ്റൻറ്റ് ടു എക്സാക്ട്ലി 6.02214076 × 10⁻23 പാർട്ടിക്കിൾസ് പെർ മോൾ. കാൻഡല എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഒരു യൂണിറ്റാണ്. ഈ നെക്സ്റ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 7 ബേസ് യൂണിറ്റ്സിൽ നിന്നും കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന യൂണിറ്റ്സ് ആണ്. അത് ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഒരു സാധനം മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഡിസ്റ്റൻസും ടൈമും വെച്ചിട്ടാണ് നമുക്ക് സ്പീഡിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. മീറ്റേഴ്സ് പെർ സെക്കൻഡാണ്. ഈ ഒരു കാർ 100 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഇസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ഒക്കുപ്പൈസ്. ഒരു സാധനം ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അത് ലെങ്ത്തിൻ്റെ ബേസ് യൂണിറ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ക്യൂബിക് മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് യൂണിറ്റ് വരുന്നത്. ഒരു 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വൈഡും 1 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു ബോക്സിൻ്റെ വോളിയം വരുന്നത് 1 മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റിയാണ് മൂന്നാമത്തെ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറയാവുന്നത്. മാസ് പെർ യൂണിറ്റ് വോളിയമാണ് ഡെൻസിറ്റി. അതായത് മാസ് കിലോഗ്രാമും ഉണ്ടാവും, ലെങ്ത്ത് മീറ്ററും ഉണ്ടാവും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ വരുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. നെക്സ്റ്റ് ഫോഴ്സ് ഈസ് ദ മെഷർ ഓഫ് പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന പുഷിൻ്റെയോ അല്ലെങ്കിൽ പുള്ളിൻ്റെയോ അളവാണ്. അത് മാസ്, ലെങ്ത്ത്, ടൈം ഇതിൽ നിന്നാണ് നമുക്ക് ഫോഴ്സിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. 1 കിലോഗ്രാം ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 9.8 ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് അഞ്ചാമത്തത് പ്രഷറാണ്. പ്രഷർ ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് പ്രഷർ. അത് ഫോഴ്സിൽ നിന്നും ലെങ്ത്തിൽ നിന്നും, അതായത് പാസ്കലാണ് പ്രഷറിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി SI സിസ്റ്റത്തിൽ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഉണ്ട്. സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിലതാണ് സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് 11ാമത് CGPM കോൺഫറൻസിൽ വെച്ചിട്ടാണ് 1960 ഇങ്ങനൊരു സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി വന്നത്. അതിൽ വരുന്ന ഒന്ന് റാഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആംഗിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സയൻസിലും മാത്സിലും ഒക്കെ. മാത്സിൽ ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സയൻസിൽ റേഡിയൻ എന്നാണ്, റാഡ്. അത് സ്റ്റെറഡിയൻ, അത് സോളിഡ് ആംഗിൾസിനെ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഫിസിക്സിലും എഞ്ചിനീയറിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെറഡിയൻ.
അത് 1960 നിന്ന് 1995 എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഡിമാൻഡ് കൂടി. 20ാമത്തെ CGPM കോൺഫറൻസിൽ റേഡിയനെയും സ്റ്റെറഡിയനെയും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന കാറ്റഗറി വേണ്ടാതെ ആക്കി. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഇൻറ്റേർണൽ ഡയമെൻഷനും എക്സ്റ്റേണൽ ഡയമെൻഷനും ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആക്യുറസിയോട് കൂടി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വെർനിയർ കാലിപ്പേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിസിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എൻജിനീയറിങ്ങിനും സയൻസ് റിസർച്ചിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വെർനിയർ കാലിപ്പേഴ്സ് 0.1 mm വരെയുള്ള മെഷർമെൻറ്റ്, ഏറ്റവും ചെറുത് 0.1 mm വരെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ്. മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷൻ മെഷർമെൻറ്റിന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലും മെഷീനിങ്ങിനും അതുപോലെ തന്നെ മെക്കാനിക്കൽ ട്രേഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ്. അതിൻ്റെ 0.01 mm വരെ മെഷർ ചെയ്യാൻ പറ്റും. ലേസർ മെഷർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ടൂളാണ് ലേസർ മെഷർ. അത് കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ കേസുകളിലൊക്കെ ഈ ലേസർ മെഷർ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു റൂമിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സാധാരണ ടേപ്പ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് അതിന് പകരം ഏറ്റവും ഓപ്പോസിറ്റുള്ള, അതായത് നമ്മൾ 2 വോൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ആദ്യത്തെ ഓപ്പോസിറ്റ് ഒരു വോളിൽ നിന്ന് മറ്റേ വോളിലേക്ക്, ഓപ്പോസിറ്റുള്ള വോളിലേക്ക് ലേസർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്രിസിഷനിലൂടെ കിട്ടാൻ പറ്റും. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ കമ്പാരറ്റർ. ഒപ്റ്റിക്കൽ കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്സ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇൻ്റർഫെറോമീറ്റർ. അത് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൽ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന ചെറിയ ചേഞ്ചസും സർഫസ് ഇറഗുലാരിറ്റീസും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് ടൂളാണ്. അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് സ്കാനിങ് probe microscopy with demonstrated resolution in the order of nanometer, 1000 times better than optical diffraction. നെക്സ്റ്റ് ലെങ്ത്തിൻ്റെ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ്. മീറ്റർ ജനറൽ മെഷർമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെൻറ്റിമീറ്റർ, സ്മോളർ ലെങ്ത്ത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറിയ ലെങ്ത്ത്. 1 സെൻറ്റിമീറ്റർ 10 mm ആണ്. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലെങ്ത്ത്. 1 mm എന്ന് പറഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും ഒക്കെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 നാനോമീറ്റർ ആണ്. പൈക്കോമീറ്റർ അറ്റോമിക് ന്യൂക്ലിയുടെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 പൈക്കോമീറ്റർ ആണ്. അടുത്ത ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലോഗ്രാഫിയിൽ മോളിക്കുലാർ സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റഡിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 0.1 nm ആണ്, അതായത് നാനോമീറ്റർ. ഫെർമി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. 1 ഫെർമി ഈസ് ഈക്വൽ ടു 1 × 10⁻⁻15 മീറ്റർ ആണ്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് AU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോണോമി സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസസിൽ വലിയൊരു യൂണിറ്റ് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ആദ്യം മീറ്ററിൽ തുടങ്ങി ചെറുതാക്കി വന്നു. മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, പൈക്കോമീറ്റർ, ആങ്സ്ട്രം. അതിന് ശേഷം ഫെർമി വരെ ചെറുതായി വന്നു. ഇനി കൂടുതൽ വലുതിലേക്കാണ് പോകുന്നത്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. 1 ആങ്സ്ട്രം ഈസ് സിമിലർ ടു 149.6 മില്യൺ കിലോമീറ്റർ. നെക്സ്റ്റ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ ഗലാക്റ്റിക് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.461 ട്രില്യൺ കിലോമീറ്റർ. പാർസെക് എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോമിയിൽ യൂസ് ചെയ്യുന്ന വേറൊരു മെഷർമെൻറ്റ് യൂണിറ്റാണ്. 1 PC ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ ആണ്. ഇനി മെഷർമെൻറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ മെഷർമെൻറ്റ് കാര്യങ്ങളുണ്ട്. അത് ചില ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ബാലൻസ് നമുക്കറിയാം. നമ്മൾ തൂക്കുന്നത്, അതായത് ഒരു ഇതുണ്ടാവും, 2 സ്പേസസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെയ്റ്റിൻ്റെ
ചെറിയ ചെറിയ യൂണിറ്റ്സ് ഇട്ടിട്ട് മെഷർ ചെയ്യുന്നത്, ബാലൻസ് ചെയ്തിട്ട്. ബാലൻസ് ഇസ് എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് മാസ് ബൈ ബാലൻസിങ് ആൻ ഒബ്ജക്റ്റ് വിത്ത് എ നോൺ മാസ്. അതായത് നമുക്ക് അറിയേണ്ട മാസ് അറിയേണ്ട ഒബ്ജക്റ്റിന് ഏകദേശം ഇങ്ങനെ ഓരോ നമുക്കറിയാവുന്ന യൂണിറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് അത് ബാലൻസ് ചെയ്ത് വരുന്നത് വെച്ചിട്ട് ഏകദേശം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. വൺ കോമൺ ടൈപ്പ് ഓഫ് ബാലൻസ് ഇസ് ദ ബീം ബാലൻസ്, വേർ യു പ്ലേസ് എ ഒബ്ജക്റ്റ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബീം ആൻഡ് ആഡ് നോൺ മാസസ് ടു ദ അതർ സൈഡ് അണ്ടിൽ ദ ബീം ഈസ് ലെവൽ. അത് നമ്മൾക്ക് നമ്മൾ സാധാരണ പലചരക്ക് കടകളിലൊക്കെ കാണുന്ന സാധനം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം. ബാലൻസസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ലാബറട്ടറീസ് ഫോർ പ്രിസൈസ് മെഷർമെൻറ്റ്സ്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് വെയിങ് മെഷീൻ. ഇലക്ട്രോണിക് വെയിങ് മെഷീൻ മെഷേഴ്സ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു മാസ്. അതായത് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് മാസാക്കി മാറ്റും. ബാത്റൂം സ്കെയിൽ അറ്റ് ഹോം, ഗ്രോസറി സ്റ്റോർ സ്കെയിൽ, പോസ്റ്റേജ് സ്കെയിൽ അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് അതൊരു ഇലക്ട്രോണിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ അതൊരു ഇതിൽ കാണാൻ പറ്റും. കമ്പയർ ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല, ഒരു ബോക്സിൽ അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങളിതൊക്കെ കണ്ടിട്ടുള്ള സാധനമല്ലേ. സ്പ്രിംഗ് സ്കെയിൽ മെഷേഴ്സ് വെയിറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു മാസ് നോയിങ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ഫിസിക്സ് ക്ലാസ് റൂംസ്. ഇനി മാസിൻ്റെ യൂണിറ്റ്സ് നോക്കാം. കിലോഗ്രാം, ദ ബേസ് യൂണിറ്റ് ഓഫ് മാസ് ഇൻ SI സിസ്റ്റം. ഗ്രാം, സ്മോളർ മാസസ്, 1 kilogram is equal to 1000 gram. മില്ലിഗ്രാം, 1 gram is equal to 1000 milligram. മൈക്രോഗ്രാം സയൻറ്റിഫിക് റിസർച്ചേഴ്സിനും ടൈനി മാസസിൻ്റെ കാര്യത്തിലാണ് യൂസ് ചെയ്യാറ്. 1 mg is equal to 1000 മൈക്രോഗ്രാം. ഇനി ലാർജ് മാസാണ്. ഇപ്പം പറഞ്ഞ കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, മൈക്രോഗ്രാം അതൊക്കെ ചെറുതായി വരികയായിരുന്നു. ഇനി വലിയൊരു ഇതാണ് 1 ton. Used for large masses like vehicles or wheels, 1 ton is equal to 1000 kg. Atomic mass unit used in chemistry to express the masses of atoms and molecules. 1 AMU is equal to 1.66 into 10 raised to minus 27 kg. നെക്സ്റ്റ് ടൈമിൻ്റെ ഒരു ഇതാണ്. സെക്കൻഡ്, ബേസ് യൂണിറ്റ് SI സിസ്റ്റത്തിൽ സെക്കൻഡാണ്. മിനിറ്റ് അത് കുറച്ച് കൂടുതലാണല്ലോ. ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മിനിറ്റ്. 1 minute is equal to 60 seconds. അവർ, ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, 1 hour is equal to 60 minutes. ഡേ, 1 day is equal to 24 hours. വീക്ക്, 1 week is equal to 7 days. ഇയർ, 1 year is equal to 365.25 days. Milliseconds, 1 second is equal to 1000 milliseconds. Microseconds, 1 millisecond is equal to 1000 microseconds. Nanoseconds, used in computing and telecommunications. 1 microsecond is equal to 1000 nanoseconds. Picoseconds, ക്വാണ്ടം ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. 1 nanosecond is equal to 1000 picoseconds. Femtoseconds, 1 picosecond is equal to 1000 femtoseconds. Attoseconds, 1 femtosecond is equal to 1000 attosecond. 2023 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനെ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് വന്ന ഒരു പഠനത്തിലാണ്. പേറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രോസ്, അതുപോലെ തന്നെ ആനി ലീ, എൽ ഹൊയ്ലിയർ എന്നീ 3 പേർക്കാണ് ആറ്റോസെക്കൻഡ്സിനെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഉപയോഗിച്ച് ആറ്റോസെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിച്ചതിനാണ്. An attosecond is an extraordinary brief unit of time. Is so minute that there are many attoseconds in 1 second and there have been seconds since birth of the universe. അടുത്തത് ആക്യുറസി, പ്രിസിഷൻ ആൻഡ് എറർ ഇൻ മെഷർമെൻറ്റ്സ്. ആക്യുറസി, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് തന്നെയാണ്. നിങ്ങൾ +2 ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഒരു ലാബിൽ ഒരു സാധനം നമ്മൾ മെഷർ ചെയ്തു, വെയിറ്റ് മെഷർ ചെയ്തപ്പോൾ 3.2 kg ആണ് കിട്ടിയത്. പക്ഷേ ആക്ച്വലി അത് 10 kg ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ആക്യുറേറ്റ് വാല്യൂ അല്ല. പക്ഷെ അതിന് പകരം പ്രിസിഷൻ റെഫേഴ്സ് ടു ഹൗ ക്ലോസ് ദ എഗ്രിമെൻറ്റ് ഈസ് ബിറ്റ്വീൻ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. റിപ്പീറ്റഡായിട്ട് മെഷർ ചെയ്യുമ്പോൾ വാല്യൂ എത്രത്തോളം അടുത്തിരിക്കുന്നു. അതായത് സെയിം സബ്ജക്റ്റ് 5 പ്രാവശ്യം മെഷർ ചെയ്തു. ഈ 3.2 kg ഉള്ള ആ സബ്ജക്റ്റ് ആദ്യം ഒന്ന് മെഷർ ചെയ്തു, ഒബ്ജക്റ്റ് ആദ്യം ഒന്ന് മെഷർ ചെയ്തു, പിന്നെ മെഷർ ചെയ്തു, പിന്നെ മെഷർ ചെയ്തു, അങ്ങനെ 5 പ്രാവശ്യം മെഷർ ചെയ്യുമ്പോഴും നമുക്ക് ഏകദേശം 3.2 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വാല്യൂ പ്രിസൈസാണ്, പക്ഷേ ആക്യുറേറ്റ് അല്ല.
മനസ്സിലായോ പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് ആക്ച്വലി ആ ഒബ്ജക്റ്റിന് എത്രത്തോളമാണോ വെയിറ്റ് ഉള്ളത് അതിനോട് അടുത്തുള്ള വെയിറ്റ് അല്ലാതെ കിട്ടുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് അല്ല എന്ന് പറയും. പക്ഷെ ആ വാല്യൂ ആ സാധനം റിപ്പീറ്റഡായിട്ട് മെഷർ ചെയ്യുമ്പോൾ ആ 5 അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മെഷർ ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം സെയിം വാല്യൂസാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രിസൈസ് ആണ് എന്നുള്ളതാണ്. പ്രിസിഷൻ ആ മെഷർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആക്യുറസിയും പ്രിസിഷനും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അമ്പ് ഒക്കെ വിടുന്ന ആ കാര്യം എടുക്കുകയാണെങ്കിൽ സെയിം സ്പോട്ടിൽ, അതായത് ടാർഗറ്റിൻ്റെ സെൻട്രൽ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നതാണ് ആക്യുറസി. പക്ഷേ സെയിം സ്പോട്ടിൽ തന്നെ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നതാണ് പ്രിസിഷൻ. മെഷർമെൻറ്റ് സിസ്റ്റം ആക്യുറേറ്റ് ആയിരിക്കാം, പക്ഷെ പ്രിസൈസ് ആവണമെന്നില്ല. പ്രിസൈസ് ആയിരിക്കാം, ആക്യുറേറ്റ് ആവണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിസിഷനും ഉണ്ടാവില്ല, ആക്യുറസി ഇല്ലാത്ത ഒരു മെഷർമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടും ഓക്കെ ആയിട്ടുള്ളതും ഉണ്ട്. ഒരു എക്സ്പെരിമെൻറ്റിൽ കുറേ സിസ്റ്റമാറ്റിക് എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിസിഷൻ കൂട്ടാൻ പറ്റും, പക്ഷേ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. Results would be consistent, yet inaccurate string of results from the flawed experiment. ഈ സിസ്റ്റമാറ്റിക് എറർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ പ്രിസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ is considered valid if it is both accurate and precise. Related terms ഉണ്ട് bias and error. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷേർഡ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി മറ്റേ ട്രൂ വാല്യൂവിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ മെഷർ ചെയ്യണതിനാണ് എറർ എന്ന് പറയുന്നത്. അതായത് ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിന്, ഡിസ്പാരിറ്റീനെയാണ് എറർ എന്ന് പറയുന്നത്. അത് എറർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലോസ്, സയൻറ്റിഫിക് നെയിം റിലേറ്റഡ് ലോസ്. ആർക്കിമിഡീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അമേഡോ അവഗാഡ്രോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അവഗാഡ്രോ ലോ. ജോർജ് സൈമൺ ഓംസ് ലോ കൊണ്ടുവന്ന ആളാണ്. ചാൾസ് ഓഗസ്റ്റിൻ ഡി കുളംബ് ആണ് കുളംബ്സ് ലോ കൊണ്ടുവന്നത്. ജോസഫ് സ്റ്റിഫാൻസ് ലോ കൊണ്ടുവന്നു. ബ്ലെയ്സ് പാസ്കൽസ് ലോ കൊണ്ടുവന്നു. റോബർട്ട് ഹുക്സ് ലോ കൊണ്ടുവന്നു. ഡാനിയൽ ബെർണോളീസ് പ്രിൻസിപ്പിൾ. റോബർട്ട് ബോയിൽസ് ലോ. ജാക്വേർഡ് ചാൾസ് ലോ. ജോൺ എസ് കെപ്ലേഴ്സ് ലോ. ജോൺ ടിൻഡൻ എഫക്റ്റ്. തോമസ് ഗ്രഹാംസ് ലോ.